കേരളത്തിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് MP കൂടിയായ നേതാവ് ഇപ്പോൾ BJP-യിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത കണ്ടിരുന്നു. പാർത്ഥന അത് ശ്രദ്ധിച്ചിരുന്നോ? ഞാനും ശ്രദ്ധിച്ചു. അതായത് കേരളത്തിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ്, ഒരു പ്രബലനായ കോൺഗ്രസ് നേതാവ്, അദ്ദേഹം MP കൂടിയാണ്. അദ്ദേഹം BJP-യിലേക്ക് പോകുന്നു എന്ന സ്ഥിരീകരിക്കാത്ത വാർത്ത എന്താണ് മാധ്യമ പ്രവർത്തകരുടെയും മറ്റ് ആളുകളുടെയും ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. അത് വന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ MP എന്ന് പറയുമ്പോൾ അത് അതായത് ലോക്സഭയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട് വന്ന MP ആണോ അതല്ല രാജ്യസഭയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട MP ആണോ എന്നതിൽ കൃത്യമായ ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. BJP സർക്കാർ, അതെ BJP-യുടെ ഗവൺമെന്റ് കേന്ദ്രത്തിന്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എന്താണ് ഉള്ളൊരു പ്രധാനമായ ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ, ഇത് ശരിയാണെങ്കിൽ, വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ നമുക്കിതിനെ പറയാം. കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പോലുള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്ന്, അതായത് ഇടതുപക്ഷത്തിന്റെ ഇപ്പം തന്നെ ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഇതുള്ളത്. അപ്പോൾ കോൺഗ്രസിന് ഒന്നും വർക്ക് ചെയ്യാതെ എങ്കിലും ഭരണം കിട്ടുമോ എന്നുള്ള പഠനം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു സംഗതി അവരിലേക്ക് പോയാൽ അത് അവർക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക. പക്ഷേ BJP വിലയിരുത്തുന്നത് ഈ ഒരു മാറ്റം അത് BJP-ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമെന്നാണ് അവർ പറയുന്നത്. അതെ, BJP-യെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സുരേഷ് ഗോപി അക്കൗണ്ട് തുറക്കുന്നു. സുരേഷ് ഗോപി അക്കൗണ്ട് തുറക്കുന്ന ഒരു ജന്മത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഏകദേശം 70,000-ൽ പരം വോട്ടുകളുടെ അടുത്താണ് സുരേഷ് ഗോപി. അത് മാത്രമല്ല, സുരേഷ് ഗോപി ജയിച്ചത് മാത്രമല്ല, കേരളത്തിലുടനീളം BJP-യുടെ വോട്ട് വിഹിതം കൂടിയിട്ടുണ്ട്. എല്ലായിടത്തും വോട്ട് വിഹിതം കൂടിയിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ വന്നത്. ഈ 70,000-ന് അടുത്ത് വോട്ട് നേടിക്കൊണ്ട് സുരേഷ് ഗോപി വിജയിച്ചു. എല്ലാ അതായത് ഹിന്ദു വിഭാഗങ്ങളുടെ വോട്ട് മാത്രമാണ് സുരേഷ് ഗോപി കിട്ടിയിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ BJP-യുടെ അനുഭാവമുള്ള ആളുകളാണ് അദ്ദേഹത്തോട് വോട്ട് ചെയ്തിരുന്നതെങ്കിൽ, ഏറ്റവും വലിയ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് എല്ലാ പള്ളികളും നിൽക്കുന്ന വാർഡിലും, അതായത് ക്രിസ്ത്യൻ മെജോറിറ്റി വാർഡുകളിലെല്ലാം ഭൂരിപക്ഷം സുരേഷ് ഗോപിക്കായിരുന്നു. വളരെ കൃത്യമായി ഇവർ പിന്നീട് ഈ കണക്കിലെടുത്ത് പരിശോധിച്ചപ്പോൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്കാൾ കൂടുതൽ ക്രിസ്ത്യൻ പ്രദേശങ്ങളിൽ സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം വളരെയധികം കൂടുതലായിരുന്നു. മാത്രമല്ല തൃശ്ശൂർ അടക്കമുള്ള തൃശ്ശൂർ, തിരുവനന്തപുരം തുടങ്ങി പാലക്കാട് തുടങ്ങി പല നിയമസഭാ മണ്ഡലങ്ങളിലും എന്താണ് BJP ഏകദേശം 19ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ 1ഉം 2ഉം സ്ഥാനത്തായിട്ട് BJP നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചാൽ BJP-ക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സാധ്യതകളുണ്ട്. കാരണം ഇതുവരെ ആളുകൾക്കൊരു ബോധ്യമില്ലായിരുന്നു ഈ BJP-ക്ക് വോട്ട് ചെയ്താൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള ഒരു അങ്കലാപ്പായിരുന്നു ആളുകൾക്ക്. പക്ഷെ അത് മാറി എന്ന് മാത്രമല്ല, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് BJP-യോടുള്ള ഒരു അകൽച്ച എന്ന് പറയുന്നത് ഏറെക്കുറെ 90% മാറി എന്നുള്ളത്. ആദ്യം ക്രിസംഗി എന്ന് വിളിച്ച് അപമാനിക്കുന്ന രീതിയിലേക്ക് ഇവിടെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതെല്ലാം അതിജീവിച്ചു കഴിഞ്ഞു. പ്രിയത പറഞ്ഞതുപോലെ ക്രിസംഗി എന്ന് പറയുന്നത് ധൈര്യത്തോടുകൂടി, അതെ ഞാൻ ക്രിസംഗിയാണ്, നിനക്ക് എന്താ എന്ന് ചോദിക്കുന്ന വിധത്തിലേക്ക് ആളുകൾ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇന്ത്യയുടെ ഭരണം കൈയാളുന്നത് അവരാണ്. ആ സമയത്താണ് എന്തൊക്കെയോ ചില കാരണങ്ങളാൽ ചില ബുദ്ധിമുട്ട്, എന്തൊക്കെയോ ചില അസംതൃപ്തി കാരണമായിരിക്കും, നമുക്കറിയില്ല. ഈ കാരണങ്ങളാൽ ഒരു MP തന്നെ BJP-യിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് BJP-ക്ക് ഉണ്ടാക്കുന്ന മൈലേജ് ചില്ലറയല്ല. പ്രധാനമായും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഹരിയാനയിലും മഹാരാഷ്ട്രയിലുമൊക്കെ കോൺഗ്രസ് സഖ്യത്തിന് വിജയമുണ്ടാകുമെന്നാണ് മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാധ്യമങ്ങളുടെ പ്രവചനം എത്രമാത്രം ശരിയാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാധ്യമങ്ങൾ നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം പലപ്പോഴും ഇവരുടെ പ്രവചനങ്ങളെല്ലാം തെറ്റിപ്പോയിട്ടുണ്ട്. ഇപ്പം മോദി സർക്കാർ 400 സീറ്റ് നേടുമെന്ന് പറഞ്ഞെടുത്ത് നിന്ന് നമ്മൾ കണ്ടതാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ഈ അഭിപ്രായ സർവേയിലൊന്നും നമുക്ക് വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത്തരമൊരു സാഹചര്യത്തിൽ, അതായത് ഇത്തരം ഇലക്ഷനുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കോൺഗ്രസിന്റെ MP തന്നെ BJP-യിൽ ചേരുന്നു എന്ന് പറയുമ്പോൾ അത് BJP-ക്ക് ഒരുപാട് ഗുണം ചെയ്യും. മാത്രമല്ല BJP-യുടെ ചില സംഘടനാപരമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട നീക്കങ്ങൾ, ചില മാറ്റങ്ങൾ നടക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം അതായത് RSS-ന്റെ പ്രധാനപ്പെട്ട ഒരു അതിൻ്റെ ബൈഠക്ക് പോലത്തെ ഒരു യോഗം ഇവിടെ പാലക്കാട് വെച്ച് നടന്നു. അതിൽ അവർ സംസാരിച്ചത്, അതിൽ ചർച്ച ചെയ്തത് കേരളത്തിൽ എങ്ങനെ കൂടുതലായിട്ട് അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താം, കൂടുതൽ ജനപ്രതിനിധികളെ BJP-യിലൂടെ സൃഷ്ടിച്ചെടുക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ വിശദമായി RSS ചർച്ച ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചർച്ച ചെയ്തിരിക്കുന്ന സമയത്ത് ഇത്തരമൊരു നേതാവ് മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദേശീയ തലത്തിൽ BJP-യുടെ അധ്യക്ഷനായിട്ടുള്ള ഇപ്പോൾ JP നഡ്ഡ അധ്യക്ഷൻ, അദ്ദേഹം മന്ത്രിയാണ്, അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് നിന്ന് മാറുമെന്നത് 100% ഉറപ്പാണ്. അത് ആര് എന്ന് ഇതുവരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല.
അങ്ങനെ നിൽക്കുന്ന സമയത്ത് BJP മൊത്തം സംസ്ഥാനങ്ങളിലും, അതായത് ഇപ്രാവശ്യം തിരിച്ചടി നേരിട്ട സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സംഘടനയെ ചടുലമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരികയും അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ പരിഹരിക്കുകയും RSSുമായി ചില പ്രശ്നങ്ങൾ BJPക്ക് നിലനിന്നിരുന്നു. അത് ഏറ്റവും മുകൾ തട്ടിൽ എല്ലാം പരിഹരിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്കി പത്രം വന്നോണം താഴെത്തട്ടിലോളം ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് RSSന് കൂടെ സ്വീകാര്യനായിട്ടുള്ള വ്യക്തികളെ BJPയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും. ഒരുപക്ഷെ കേരളത്തിലെ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ മാറും എന്നാണ് കേൾക്കുന്നത്. പക്ഷേ എന്താണ് നേരത്തെ പ്രീത പറഞ്ഞതുപോലെ കെ സുരേന്ദ്രനുള്ള നേട്ടം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി എല്ലാ മണ്ഡലങ്ങളിലും വോട്ട്, അദ്ദേഹത്തെ പല രീതിയിലും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും പല രീതിയിൽ അപമാനിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം എടുത്തൊരു ജോലി, അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് ആണത്. കാരണം എല്ലാ മണ്ഡലങ്ങളിലും BJPക്ക് ക്രമാതീതമായി വോട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. വേറൊരു വിഷയം, ഈ ഹിന്ദു വിഭാഗം പൊതുവെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരായിരുന്നു. മതേതരത്വത്തിൽ ഊന്നിയാണ് ഹിന്ദുക്കൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷേ ഈ കേരളത്തിലെ CPM-ഉം കോൺഗ്രസും ഈ ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ ഹിന്ദുക്കൾക്ക് വേണ്ടി വാതുറക്കുന്നില്ല എന്നുള്ള കാര്യം ഏകദേശം ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞു. അതൊരു മത തീവ്രവാദ ചിന്തയുടേതല്ല, പക്ഷേ നമ്മൾ തിരസ്കരിക്കപ്പെടുന്നു എന്ന് ഹിന്ദുക്കൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ പറയുന്നത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ BJP മാത്രമേ നമ്മുടെ രാജ്യത്തുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഹിന്ദു വിഭാഗക്കാർ എത്തിക്കഴിഞ്ഞു. ഹിന്ദുക്കളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ LDFും UDFും കൂടി ചേർന്നാണ്. ശരിക്കും അവരുടെ പ്രവർത്തികൾ അത് BJPക്ക് തന്നെയാണ് പ്രയോജനപ്പെട്ടിട്ടുള്ളത് എന്ന് പറയാം. അതെ, തീർച്ചയായും. കാര്യം ഈ കേരളത്തിലെ പ്രീത പറഞ്ഞതുപോലെ കേരളത്തിൽ എല്ലാ ജാതി മതസ്ഥരും സഹവർത്തത്തോടുകൂടി അങ്ങനെ ഒരു ജാതിയോ മതചിന്തയോ ഒന്നും ഇല്ലാതെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ ഇവിടുത്തെ മതേതരത്വ കക്ഷികളെന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ പിന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി ന്യൂനപക്ഷ പ്രീണനങ്ങൾ നടത്തുന്നു, രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുന്നു, അവരെന്ത് തെറ്റ് ചെയ്താലും കാണാത്ത വിധത്തിൽ നടക്കുന്നു. അങ്ങനെ നടക്കുന്ന സമയത്താണ് ഇവിടുത്തെ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലേക്ക് ഒരു ചിന്ത കയറി വന്നത്. ഞങ്ങൾ ഒറ്റപ്പെടുന്നു, ഞങ്ങളെ ആർക്കും കൊട്ടാനുള്ളൊരു പാത്രമാണ് എന്നുള്ള രീതിയിലേക്കുള്ളൊരു ചിന്ത ഇവിടുത്തെ ഹിന്ദു വിഭാഗങ്ങൾക്ക് കയറി വന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ BJPക്ക് ഇത്രമേൽ മൈലേജ് കിട്ടിയിട്ടുള്ളത്. കാരണം BJPയുടെ ഒരു സംഘടനാ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത്, ഞാൻ ഇപ്പോഴും പൂർണ്ണമായും കേരളത്തിൽ BJPയുടെ സംഘടനാ പ്രവർത്തനം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളല്ല. പലയിടത്തും BJPക്ക് ബൂത്ത് കമ്മിറ്റി പോലും ഇല്ല എന്നുള്ളത് വളരെ ദുർബലമാണ് BJP. പക്ഷേ താരതമ്യേന പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ശക്തിപ്പെട്ടിട്ടുമുണ്ട്. അതായത് പലയിടത്തിലും പൊരുതി മുന്നോട്ട് വരുന്നുണ്ട്. ഒന്നാം സ്ഥാനമുള്ള വാർഡുകളിൽ പെട്ടെന്ന് BJP കയറി വരുന്നു, രണ്ടാം സ്ഥാനത്തെത്തുന്നു, ചില വാർഡുകളെല്ലാം പിടിച്ചെടുക്കുന്നു, ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ BJP പോലും പ്രതീക്ഷിക്കാത്ത വാർഡുകളിൽ BJPക്ക് ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലാത്ത വാർഡുകളിൽ BJPക്ക് വോട്ട് കിട്ടുന്നു. അവിടെയാണ് BJP ആലോചിക്കേണ്ട. ആ താഴെ തട്ടിലെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമാക്കിയാൽ BJPക്ക് ഇത് വലിയ രീതിയിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. തലപ്പത്ത് മാത്രമല്ല, നമ്മുടെ നേതാക്കളെ ആകർഷിക്കുന്നതിലുപരി താഴെ തട്ടിൽ അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ താഴെ തട്ടിൽ ഈ ബൂത്ത് തലത്തിലെല്ലാം ആൾക്കാർ, അതായത് സാധാരണക്കാരാണ് ഈ BJPയിലേക്ക് ആകർഷിതരായി വരുന്നവരെല്ലാം സാധാരണ കൂലിപ്പണിക്കാരൊക്കെ പറയുന്നത്. അവർക്കിപ്പോൾ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി ഒരു ദിവസം പോകണമെങ്കിൽ അവർക്ക് ജോലി ഉപേക്ഷിക്കേണ്ടി വരും. അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു അവരുടെ ആവശ്യങ്ങൾ, അത് മാത്രമല്ല അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം ഒരുക്കണം. അതിന് ഈ മേൽത്തട്ടിലുള്ളവർ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി BJPക്ക് നല്ല മെച്ചപ്പെടുത്താൻ കഴിയും, നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ കഴിയും. അല്ല, അത് വളരെ കൃത്യമാണ്. കാരണം കുറച്ചും കൂടെ BJP ശ്രദ്ധിക്കുകയാണെങ്കിൽ BJPക്ക് വോട്ട് ഷെയർ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം പണ്ട് മുതലേ BJPക്ക് കേരളത്തിൽ വോട്ട് ഷെയർ ഉണ്ട്. അത് എങ്ങനെ മാറിപ്പോകുന്നു എന്ന് ചോദിച്ചാൽ, ഈ BJPക്ക് വോട്ട് ചെയ്തത് കൊണ്ട് വലിയ പ്രയോജനമില്ല എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷത്തോട് വിരോധമുള്ളവർ കോൺഗ്രസിനും, കോൺഗ്രസിനോട് വിരോധമുള്ളവർ ഇടതുപക്ഷത്തിനും മാറി മാറി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇനി മുതൽ തീർച്ചയായും അതിനൊരു വലിയ ഷിഫ്റ്റ് വന്നിരിക്കുന്നു. ആ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഹിന്ദു പിന്നെ വോട്ട് ഷെയറിൽ മാത്രമല്ല, ക്രിസ്ത്യൻ വോട്ട് ഷെയറിൽ കൂടി ആ ഒരു ഷിഫ്റ്റ് പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. വേറൊരു കാര്യം കൂടി, ഇപ്പൊ ഈ പൊതുവെ BJP മുസ്ലിം വിരുദ്ധതയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അതേസമയം ഈ മുത്തലാഖ് ബില്ല് പോലെയുള്ള ആ ഒരു കാര്യങ്ങൾ ഈ മുസ്ലിം സമുദായത്തിലുള്ള സ്ത്രീകൾക്ക് ഉപകാരപ്രദമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഈ BJPക്ക് തന്നെ മുസ്ലിം സമുദായത്തിലുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് ഒരു പ്രയോജനകരമാവൂലേ? തീർച്ചയായും. പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഈ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് എന്തെങ്കിലും അവകാശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അവർ ബോധ്യപ്പെടണം. അതെ, അതൊരു ചോദ്യമാണ്. ഞാൻ നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെടാനല്ല സ്ത്രീകൾ മുന്നിട്ടിറങ്ങിയത്. ഞാനത് പറയുന്നത് എന്താന്ന് വെച്ചാൽ,
ഈ മുത്തലാഖ് ബില്ല് വന്ന സമയത്ത് ഒരു പ്രമുഖ മാധ്യമം ഒരു സ്ഥലത്ത്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ സ്ഥലത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, അവിടെ പോയിട്ട് ഒരു ബൈറ്റ് എടുത്തു, ഇങ്ങനെ അഭിപ്രായ സർവേ എടുത്തു. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ എന്താണ് മുത്തലാഖിൻ്റെ ആവശ്യമൊന്നുമില്ല, മുത്തലാഖ് ബില്ലിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കാനുള്ള പരിപാടിയാണ്. ഇതാണ് അവർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കള്ളക്കേസിൽ കുടുക്കി അകത്താക്കാനുള്ള പരിപാടിയാണ്. ഏതെങ്കിലും ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പിരിയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നിയമപ്രകാരം ഞങ്ങൾക്ക് പിരിയാം, പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കേസെടുത്ത് അകത്തിടാം. ഇനി മുത്തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കള്ളക്കേസെടുത്ത് അകത്തിടാം. ഇതൊക്കെ മോദിയുടെ എന്താണ് വർഗീയതയാണ്, തന്ത്രമാണ് എന്നൊക്കെയാണ് ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നതാണ്. കാരണം നരകത്തിലെ വിറക് കൊള്ളിയാകുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഇങ്ങനെ ഈ കാര്യം സംസാരിച്ചപ്പോൾ പറയാണ്, അവിടെ സ്ത്രീകൾക്കും ഇതുപോലെ പുരുഷനെ മൊഴി ചൊല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള നിയമമുണ്ട്. ഞാൻ ആ നിയമം ഉപയോഗിച്ച് എത്ര സ്ത്രീകൾ പുരുഷനെ മൊഴി ചൊല്ലിയിട്ടുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ആരും ഇല്ല ഇതുവരെ, പക്ഷെ അങ്ങനെ ഒരു നിയമം നമുക്കുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. കാരണം എല്ലാ മതവിഭാഗങ്ങളിലും അനാചാരവും ദുരാചാരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ പറയുന്ന മുത്തലാഖ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അവളെ എന്താണ് അവരുമായി മാക്സിമം നമ്മളൊരു ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവരെ മടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ, മടുപ്പ് എന്ന് ഞാൻ പറയുന്നത് ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല, എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും ഈ 3 തലാഖ് ചൊല്ലി എന്താണ് അവരുടെ മത പണ്ഡിതന്മാരുടെ സമ്മതത്തോടു കൂടി അവരെ ഒഴിവാക്കുന്ന രീതി എന്ന് പറയുന്നത് ഏറ്റവും നികൃഷ്ടമായ ഒരു മാർഗമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനെതിരെ ഇവിടുത്തെ ഒരാളുടെയും നാവ് പൊങ്ങിയിട്ടില്ലായിരുന്നു. അതായത് ഈ മുത്തലാഖ് ബില്ല് അടിച്ചേൽപ്പിക്കരുത് എന്നാണ് CPM-ന്റെ ദേശീയ കമ്മിറ്റി, അതുപോലെ വൃന്ദാക്കാരാട്ടൊക്കെ പറഞ്ഞത്. ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇവിടെ നടന്നു. ഇതൊക്കെ ഒരു വോട്ട് ഷിഫ്റ്റിങ്ങിന് ബാധകമായിട്ട്. അപ്പോൾ ഞാൻ കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ, കോൺഗ്രസിന്റെ എന്താണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ അമേരിക്കയിൽ പോയി പല കാര്യങ്ങളും അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് പിന്നെ ശക്തിപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കർണാടകയിൽ എന്താണ് അവർ ഭരണത്തിലിരിക്കുന്നുണ്ട്. ഇപ്പം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അധികാരത്തിലേക്ക് വരുമെന്നുള്ള ശുഭപ്രതീക്ഷ അവർക്കുണ്ട്. അത് പ്രതീക്ഷ മാത്രമായിരിക്കാം, എനിക്കറിയില്ല. എങ്കിലും അവരുടെ ഇതൊക്കെ നടക്കുന്നത് പ്രതീക്ഷിക്കട്ടെ. അങ്ങനെ എന്താണ് ആം ആദ്മി പാർട്ടിയുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ടാക്കുന്നതിനിടയിൽ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം BJP നടത്തുന്നുവെങ്കിൽ 2 വർഷത്തിനപ്പുറം നടക്കാവുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല അത് പ്രതിഫലിക്കുക, ഈ ഹരിയാനയിലും ഈ മഹാരാഷ്ട്രയിലും ഉൾപ്പെടെ ഇന്ത്യയുടെ പൊളിറ്റിക്സിൽ കൃത്യമായിട്ട് ഒരു കേരളത്തിലെ ഒരു MP പെട്ടെന്ന് തന്നെ മാറുന്നു എന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ അടിത്തട്ടിൽ നടക്കുന്നുണ്ട്. അത് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നമുക്ക് കൃത്യമായി ആരാണ് എന്താണ് എന്നുള്ള കാര്യമില്ല. മാത്രമല്ല കോൺഗ്രസിന്റെ ഒരു ഭാഗം കൂടി നമ്മൾ പറഞ്ഞു പോകണം, ഏകപക്ഷീയമായി പറയരുതല്ല. കോൺഗ്രസ് പറയുന്നത് ഇത്തരത്തിലൊരു സംഭവം ഇല്ല, ഇതൊരു കള്ളപ്രചാരണമാണ് എന്ന് കൃത്യമായി KPCC പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ദേശീയ വക്താക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയില്ല എന്ത് തന്നെയായാലും ഇത്തരം ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ MP ആരാണ് എന്താണ് എന്നൊക്കെ സസ്പെൻസ് ആണ്. എന്തായാലും അത് അദ്ദേഹം ഇനി പോകുമോ, ഇനി ഈ തീരുമാനം പിൻവലിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. എങ്കിലും അധികം പോകാനാണ് തന്നെയാണ് സാധ്യതയെങ്കിൽ അധികം വൈകാതെ തന്നെ എല്ലാവർക്കും ആ പേരറിയാൻ നമുക്കും ആ പേര് ആ സമയം പുറത്തുവിടാം അല്ലേ. എന്തായാലും കാത്തിരിക്കാം.